ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസാ അൻ തക്റഹൂ ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബൂ ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ദുനിയാവിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് വഞ്ചനയുടെ ലോകമാണ് ദുനിയാവ് എന്ന വിശദീകരണത്തിലാണ്. ആ വാക്കിനെ അർത്ഥപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലായി സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമല്ലാതെ മറ്റൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ് എന്ന് പറയപ്പെടാനുള്ള കാരണം എന്ന ചോദ്യത്തിന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ തകർക്കുന്ന, അവന്റെ ഈമാൻ ദുർബലമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദുർബലമാക്കപ്പെടുന്ന ഈമാനിന്റെ സങ്കടം പല സമയത്തും നമ്മളിൽ പലരും അനുഭവിക്കാറുണ്ട്. എത്രയൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം, സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും അൽ ഈമാനു യസീദു വയൻകുസു, ചിലപ്പം നല്ല ഈമാൻ ഉണ്ടാകും, ചിലപ്പം ആ ഈമാനിന്റെ ഒരു കണിക പോലും ഉണ്ടാവൂല.
ഇങ്ങനെ മനുഷ്യന്റെ വിശ്വാസത്തെ തകർക്കാനും അവന്റെ ഈമാനിനെ തളർത്തിക്കളയാനും പറ്റുന്ന രീതിയിലാണ് അല്ലാഹു തആല ഈ ദുനിയാവ് നിശ്ചയിച്ചതെങ്കിൽ ഒരിക്കലും അവനവന്റെ ഈമാൻ തകർക്കുന്ന ഒരു അവസരത്തിലേക്കും ഒരു വിശ്വാസി ചിന്തിക്കാൻ പോലും പാടില്ല. ഈമാനിന്റെ കരുത്ത് നഷ്ടപ്പെടാതെ നോക്കുക, ഒന്നിന്റെ മുൻപിലും ഈമാൻ തകർന്നു പോകാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കരുത്ത്. അതിനെന്തു വേണം? ഒരിക്കലും ഈമാൻ തകർക്കുന്ന സ്വഭാവങ്ങൾ, ഈമാനിന്റെ തകർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, സലാസുൻ മൻ കുന്ന ഫീഹി, 3 സ്വഭാവം ആരുടെ ജീവിതത്തിലുണ്ടോ ദാക തഅമുൽ ഈമാൻ, അവന്റെ ഈമാൻ എപ്പോഴും മധുരമുള്ളതായിരിക്കും. ഒരാൾക്കും അവന്റെ ഈമാനിനെ തകർക്കാനും പറ്റൂല. ഏതൊക്കെയാണ് ആ 3 കാര്യം? മൻ റുദിയ ബില്ലാഹി റബ്ബൻ, റബ്ബായി അവൻ അള്ളാഹുവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടണം. വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മാതൃക അതല്ലെങ്കിൽ എന്റെ ജീവിത മാർഗം അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം ആണ് എന്നവൻ തൃപ്തിപ്പെടണം. വബി മുഹമ്മദിൻ റസൂല, ജീവിതത്തിലെ പ്രവാചകനായി ദൂതരായി അള്ളാഹുവിന്റെ ഹബീബിനെയും തൃപ്തിപ്പെടണം. ഈ 3 തൃപ്തിയും ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ലോകത്തൊരു ശക്തിക്കും ദുനിയാവിലെ ഒരു കാര്യത്തിനും അവന്റെ ഈമാനിനെ തകർക്കാൻ സാധിക്കുകയില്ല. ആദ്യമായി റബ്ബ് ഓർമ്മപ്പെടുത്തി, മൻ റളിയ ബില്ലാഹി റബ്ബൻ, നിങ്ങൾ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടണം. ഏതർത്ഥത്തിൽ? എനിക്ക് പ്രാർത്ഥിക്കാനും എന്റെ സങ്കടം പറയാനും എന്റെ ഇബാദത്ത് കൊടുക്കാനും എനിക്ക് ഭരമേൽപ്പിക്കാനും എന്റെ റബ്ബല്ലാത്ത ഒരാളെയും എനിക്ക് വേണ്ട. എന്റെ മനസ്സറിയുന്ന റബ്ബ്, എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുന്ന റബ്ബ്, ആ റബ്ബ് എന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനമാണ് എന്റെ ഹൈറ്. അതൊരു പക്ഷേ എനിക്ക് ഷർറായി തോന്നിയാലും ആ തീരുമാനം റബ്ബാണ് എടുക്കുന്നതെങ്കിൽ അതെനിക്ക് ഹൈറായിരിക്കും, ഞാൻ അതിൽ സംതൃപ്തനായിരിക്കും. എന്റെ കച്ചവടം പൊളിഞ്ഞോ, അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. എന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അതെന്റെ റബ്ബിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുമ്പോ അവൻ പിശാചിന്റെ വഴി തെരഞ്ഞെടുക്കുകയില്ല. കുടിച്ചാലേ കുടുംബത്തിൽ സമാധാനമുണ്ടാകൂ, ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ എനിക്ക് കുറച്ച് കഞ്ചാവ് വേണം, കുടിക്കണം എന്ന് ചിന്തിക്കുന്നത് പിശാചിന്റെ വഴി. എന്റെ സാമ്പത്തിക രംഗം തകരുന്നത്, അത് എനിക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ എനിക്ക് റബ്ബിന് ഇഷ്ടപ്പെടാത്ത ചിലതൊക്കെ ചെയ്യേണ്ടി വരും എന്ന് ചിന്തിക്കുന്നത് പിശാചിന്റെ വഴി. എങ്കിൽ എന്റെ നഷ്ടം, എന്റെ പ്രയാസം, എന്റെ പരീക്ഷണങ്ങൾ, ഇതൊക്കെ എന്റെ റബ്ബന്റെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഒരാളെ മുൻപിലും തകരാതെ, ഒരു പരീക്ഷണത്തിന്റെ മുൻപിലും തളർന്നു പോകാതെ അള്ളാഹുവിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു തൃപ്തി പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പ. വേറൊരുത്തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ചിലരൊക്കെ പറയാറില്ലേ, നീ സബൂറാക്ക്, ഇതൊക്കെ അള്ളാന്റെ ഒരു തീരുമാനമാണെന്ന് ചിന്തിച്ച് പറയാൻ ആളുകൾക്ക് എളുപ്പ, എഴുതാനും എളുപ്പ, പ്രസംഗിക്കാനും എളുപ്പ. പക്ഷെ ആ തൃപ്തി സ്വന്തം ഹൃദയത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നാളെ സൃഷ്ടാവിന്റെ അരികിലേക്ക് തിരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രം സാധിക്കുന്നതാ. അതൊരു വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടോ, അവൻ ഈ ദുനിയാവിൽ ഒരിടത്തും പരാജയപ്പെടൂല. കാരണം അവന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിക്കും, ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഒരു ഇറക്കം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കയറ്റം റബ്ബ് തരും. അതെനിക്ക് നൈമിഷികമായ 10-60 കൊല്ലത്തെ ദുനിയാവിലും, അതല്ലെങ്കിൽ മരിച്ചു ചെല്ലേണ്ട ഖബറിലോ അള്ളാഹു എനിക്കത് തരും. ആ പ്രതീക്ഷയിലും റബ്ബിന്റെ അരികിലേക്ക് വെറുപ്പില്ലാതെ, ആ റബ്ബിനോട് ഒരിക്കലും ആ നിലക്കൊരു സ്വഭാവം പ്രകടിപ്പിക്കാതെ, ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ, എന്താപ്പ പടച്ചോൻ എന്നോടിങ്ങനെ, എന്തിനാപ്പ റബ്ബ് എനിക്ക് എന്നത് തരുന്നത്,
എന്താ പതിന്നെ വിട്ടു പോകാത്ത? ഇതെന്താ റബ്ബേ, ഇത് വല്ലാത്തൊരു ഇടങ്ങേറാണല്ലോ എന്നൊരിക്കലും ചിന്തിക്കാതെ, ദേഷ്യം പിടിക്കാതെ, വൻ റളിയ ബില്ലാഹി റബ്ബൻ, എനിക്കെന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ അതെന്റെ ഖൈറിനാണ് എന്ന് ചിന്തിക്കുന്നൊരു മനസ്സ്. റബ്ബ് നൽകുന്നതിൽ തൃപ്തി, റബ്ബ് നൽകാത്തതിലും തൃപ്തി. പടച്ചോൻ തരുന്നതിനെ മാത്രം വാരിപ്പിടിച്ചാ പോരാ, അള്ള തടഞ്ഞതിനെയും തൃപ്തിയോടെ കാണാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. കാരണം ഈ ദുനിയാവിലെ ജീവിതം സമ്മിശ്രമാ, സുഖങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞത്, ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞത്. നമ്മൾ താഴ്ചയെന്ന് വിചാരിക്കുന്ന പലതും, നമ്മൾ സങ്കടമെന്ന് വിചാരിക്കുന്ന പലതും ഒരുപക്ഷെ നമ്മൾക്ക് ഖൈറായിരിക്കും. അതുകൊണ്ട് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ കൽപ്പന ഓർമ്മപ്പെടുത്തിയതും വഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾക്ക് എന്തെങ്കിലും വെറുക്കപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കരുതുക. നിങ്ങൾക്ക് വല്ലാതെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ലാതെ അത് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട വഹുവ ഖൈറുൽ ലക്കും, ഒരു പക്ഷേ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. ഏത് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് അവൻ നേടിയെടുക്കേണ്ട ഒരു തൃപ്തിയാണത്. എനിക്ക് റബ്ബ സങ്കടം തന്നിട്ടുണ്ടോ, അതെനിക്ക് ഖൈറായിരിക്കും എങ്കിൽ അതിന്റെ ആയത്തിന്റെ തൊട്ട വചനത്തിൽ റബ്ബ് പറയുന്നു വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിയപ്പെട്ടത് നിങ്ങൾക്കുണ്ടായി എന്ന് കരുതുക. അത് ഏറ്റവും വലിയതാണ്, അതെന്നും നിലനിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ആ കിട്ടിയതിന്റെ പേരിലായിരിക്കും പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരികയാണ്. ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പടച്ചോനെ പൈസ വേണം, വമ്പിച്ച ലാഭം വേണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷെ അത് കിട്ടാത്തതിന്റെ പേരിൽ അള്ളാഹ് നിങ്ങൾ വെറുക്കരുത്. കാരണം റബ്ബൊരു പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇന്ന് ചില ആളുകൾക്ക് സംഭവിച്ചതുപോലെ, ഖാറൂനിന് സംഭവിച്ചതുപോലെ, സൗകര്യങ്ങൾ കൂടുമ്പോ, പണം വലുതാകുമ്പോ അവന്റെ ജീവിതത്തിലെ ബന്ധങ്ങൾ അവൻ തകർക്കും, അവന്റെ സ്വയം ഇച്ഛക്കനുസരിച്ച് അവൻ ജീവിക്കും. അതുവരെ തവക്കൽതു അലല്ലാഹ് എന്ന് ചിന്തിച്ചവന് മറ്റു പലരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും. കച്ചവടം കൊഴിക്കണമെങ്കിൽ സിനിമാ നടന്മാരവന് സ്വാധീനിക്കേണ്ടി വരും, മറ്റു പലരുടെ പിന്നാലെയും അവന് പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് കിട്ടിയതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയമാണെന്ന്. കാരണം വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്കൊരു പക്ഷേ ഷർറായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ ഷർറുമുണ്ടാകും, നിങ്ങൾക്ക് തടയപ്പെട്ടതിൽ ഖൈറുമുണ്ടാകും എന്ന് റബ്ബ് പറഞ്ഞതിന് ശേഷം ഉടൻ അല്ലാഹു തആല പറയുന്നു വല്ലാഹു യഅലമു, കാരണം എന്തും അള്ളാഹുവിനെ അറിയൂ. എന്തിന്റെ പിന്നിലും എന്താണെന്ന് റബ്ബിന് മാത്രമേ അറിയൂ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങളിൽ ഒരാൾക്ക് പോലും അതറിയാനും സാധിക്കുകയില്ല. ഒന്നും കൂടി നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ, ഇക്കഴിഞ്ഞ ജൂൺ മാസം 12-ാം തീയതി 241 യാത്രക്കാരുമായി അഹമ്മദാബാദിൽ വിമാനം അപകടത്തിൽപ്പെട്ടു. മുഴുവൻ പേരും മരണപ്പെട്ടു. ആ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട ഒരു പെണ്ണ് ബ്ലോക്ക് കാരണം മുൻപോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ചു. പല നിലക്കും ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, സാധിക്കാതെ വന്നു. പിന്നീട് പത്രക്കാർ ഇന്റർവ്യൂ നടത്തിയപ്പോ ആ സ്ത്രീ പറയുന്നുണ്ട്, എനിക്കന്നുണ്ടായ വെറുപ്പെത്രയെന്ന് എനിക്ക് പോലും അറിയില്ല. കാണുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യം, എല്ലാവരെയും ഞാൻ തെറി വിളിച്ചിട്ടുണ്ട്, ഞാൻ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ മണിക്കൂറുകൾക്കപ്പുറം നിരാശയോടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കയറേണ്ട വിമാനം 241 പേരും തകർന്നു വീണ് മരിച്ചു എന്ന് കേട്ടപ്പോ വഹുവ ഖൈറുൽ ലക്കും വഹുവ ശർറുൽ ലക്കും, അല്ലാഹ് നമുക്ക് വിധിച്ചതിൽ ഒരു മാനസികമായ തൃപ്തി ഉണ്ടാവണം. ആ തൃപ്തിയാണ് ജീവിതത്തിൽ വലിയ സമാധാനം കൊണ്ടെത്തരിക. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ ഖൈറ കുല്ലുഹു ഫിർറിളാ, അല്ലാഹു എനിക്ക് തന്നതെന്തിലും എനിക്ക് തൃപ്തിയാ. കൈ പൊട്ടി, പടച്ചോൻ മേലത്താകെ പൊട്ടിച്ചിട്ടില്ലല്ലോ. കാല് പൊട്ടി, അല്ല മേലത്താകെ പൊട്ടിച്ചിട്ടില്ലല്ലോ. ചെറിയൊരു നഷ്ടം വന്നു, അല്ല ഒന്നാകെ കൊണ്ടുപോയിട്ടില്ലല്ലോ. കയറിക്കിടക്കാൻ വീടുണ്ടല്ലോ, പോർച്ച് കിടക്കുന്നവരും വാടകക്ക് കിടക്കുന്നവരും ഉണ്ടല്ലോ. വാഹനം വാങ്ങാൻ പടച്ചോൻ കൈവന്നിട്ടില്ലേ, സൈക്കിൾ ഇല്ലാത്തവരുണ്ടല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന റബ്ബ് എനിക്ക് തന്നതിലൊക്കെ ഒരു തൃപ്തി ഞാൻ കാണിച്ചാൽ എന്നെ തോൽപ്പിക്കാൻ ഒരു ശൈത്താനും സാധിക്കുകയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്.
മോനെ അലി, ഇന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, ഇന്നമാ അസ്വാബക, നിനക്ക് എന്തെങ്കിലും ഒരു ദുരിതം വന്നിട്ടുണ്ടെങ്കിൽ ലം യകുൻ ലിയുഖ്തിഅക, അതൊരിക്കലും നിന്നെ വിട്ടുപോകേണ്ടതല്ലായിരുന്നു. നിന്നെ തന്നെ റബ്ബ് ലക്ഷ്യം വെച്ചതാ. പടച്ചോൻ ആളു മാറിയിട്ട് ഇന്ന് ചില ഷിയാക്കൾ പറയുന്നത് പോലെ മുഹമ്മദ് നബിക്ക് കിട്ടേണ്ട നുബുവത്ത് ജിബ്രീൽ വന്നപ്പം അലി ഇബ്നു അബീ ത്വാലിബിന് കൊടുക്കേണ്ട നുബുവത്ത ആളു മാറി മുഹമ്മദ് നബിക്ക് കൊടുത്തുപോയത് എന്ന് ചിന്തിക്കുന്നവരാണ് ഷിയാക്കൾ, അലി പക്ഷക്കാർ, ഷിയാക്കൾ. ഇതുപോലെ പടച്ചോന് തെറ്റുപറ്റിയതാ അയൽപ്പക്കത്തുള്ള അബൂബക്കറിന് കൊടുക്കേണ്ടതാണ്, അതിന്റെ അപ്പുറത്ത് താമസിക്കുന്ന മൊയ്തീൻ കോയക്ക് കിട്ടിയത് എന്ന് വിചാരിക്കണ്ട. ഇന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിയക, അലി, നിനക്ക് വന്ന് ഭവിക്കാനുള്ളത് നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ. വമാ അഖ്തഅക, ഇനി നിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ലം യകുൻ ലിയുസീബക, അതെനിക്ക് കിട്ടേണ്ടതുമല്ല. എന്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ ടെൻഷൻ അടിച്ച്, എന്റെ ബുദ്ധിക്കുറവുകൊണ്ട്, അതല്ലെങ്കിൽ എന്റെ അത്തരത്തിലുള്ള സങ്കടം കൊണ്ട് എന്നൊന്നും ഇനി ചിന്തിക്കണ്ട. പടച്ചോൻ എനക്ക് തരേണ്ടത് നിന്റെ അടുത്ത് കൊണ്ട് തന്നിരിക്കും. നിന്റെ അടുത്ത് എത്താൻ പാടില്ലാത്തത് നിന്റെ ചുണ്ടിന്റെ അടുത്ത് അല്ലാഹു തആല തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് അലി, നീ സമാധാനിക്കണം. ഇതാണ് തൃപ്തി. ഇത് പടച്ചോൻ തരുന്നതിലും തരാത്തതിലും തൃപ്തി ഉണ്ടാകുമ്പോ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു സമാധാനാണത്. നമ്മൾ കുറെ സ്വപ്നം കണ്ടതൊന്നും പടച്ചോൻ നമുക്ക് തരൂല. നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാഹു തരും, അത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ. ആ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ദുനിയാവിൽ പടച്ചോന്റെ വിധിക്കനുസരിച്ച് ജീവിക്കണം. അല്ലാഹു അതാണോ വിധിച്ചത്? ഞാൻ ടെൻഷനാവാൻ പാടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ഞാൻ എല്ലാരെയും കുറ്റം പറയാൻ പാടില്ല, ഞാൻ മൂഡ് ഓഫ് ആയിട്ട് കടന്നുറങ്ങാൻ പാടില്ല, ഞാൻ കള്ളു കുടിച്ച് സമാധാനിക്കാൻ പാടില്ല, ഞാൻ കുറെ സിനിമ കണ്ടിട്ട് ടെൻഷൻ മാറ്റാൻ പാടില്ല. ഞാൻ അതെനിക്ക് അല്ലാഹു തന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുക്കുമ്പോഴേ എനിക്ക് ആ സമാധാനം കിട്ടൂ എന്ന് ചിന്തിക്കണം. കാരണം പടച്ചോൻ വിധിച്ചതിൽ സമാധാനിക്കുമ്പോ ആ വിധിച്ചതിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച പാപം പൊറുക്കും, നമുക്കത് പുണ്യമായിരിക്കും. അള്ള തന്ന പരീക്ഷണത്തിൽ നമ്മൾ വെറുപ്പ് കാണിച്ചാൽ ആ പരീക്ഷണവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ക്ഷമിക്കാത്തതിന്റെ പടച്ചോന്റെ ശിക്ഷയും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇൻ സബർത, എനക്കെന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി, പരീക്ഷണം ഉണ്ടായി, സാമ്പത്തിക നഷ്ടം, കുടുംബത്തിലെ സ്വൈര്യക്കേട്, ജോലിയില്ലായ്മ, മക്കളുടെ ജീവിതം കൊണ്ടുണ്ടാകുന്ന ടെൻഷന്, എന്തൊക്കെയോ കടബാധ്യത, അറിയാണ്ട് പലിശയിൽ ഇടപെട്ടുപോയി, ഇങ്ങനെ ഏതേത് സങ്കടം നിനക്കുണ്ടാകുമ്പോഴും ഇൻ സബർത ജറാ അലൈക്കൽ ഖദറ, അള്ളാഹു നിനക്ക് വിധിച്ച ആ ഒരു പരീക്ഷണത്തിൽ നീ ക്ഷമയോടെ മുൻപോട്ട് പോകുകയാണെങ്കിൽ വ അൻത മഅ്ജൂറുൻ, ആ ക്ഷമ കൊണ്ട് പടച്ചോൻ നിന്നെ പുണ്യക്കാരനാക്കി മാറ്റും. അള്ളാന്റെ പരീക്ഷണത്തോടൊപ്പം നിന്നെ പുണ്യക്കാരനാക്കി പടച്ചോൻ മാറ്റം ചെയ്യും. എങ്കിൽ വ ഇൻ ജസിഅത ജറാ അലൈക്കൽ ഖദറ, പടച്ചോന്റെ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴേക്കും നീ വല്ലാണ്ട് അസഹനീയനായി, നിനക്ക് വെറുപ്പ് വന്നു, നീ അള്ളാനെ കുറെ ദേഷ്യം പറഞ്ഞു, ചീത്ത പറഞ്ഞു, കുടുംബത്തിനോട് ദേഷ്യം പറഞ്ഞു, ടെൻഷൻ മാറങ്ങി വേറെ കുറെ വഴിയൊക്കെ തെരഞ്ഞെങ്കിൽ വ അൻത മഅ്ജൂർ, നീ പാപിയായി മാറുകയും ചെയ്യും. പരീക്ഷണവും കിട്ടും, പാപവും കിട്ടും. എന്നാൽ പടച്ചോന്റെ ഒരു പരീക്ഷണം കൊണ്ട് നന്മ കിട്ടിയെങ്കിൽ ആ നന്മയാ വിശ്വാസി തെരഞ്ഞെടുക്കേണ്ടത്. എന്തായാലും ഞാൻ അനുഭവിക്കേണ്ടി വന്നു, ഇതാളു മാറി വന്നതുമല്ല, അള്ളാഹു നിശ്ചയിച്ചത് തന്നെയാണെങ്കിൽ നിശ്ചയിച്ച റബ്ബിനെ കൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ നന്മ വരുത്തുന്ന ക്ഷമ, തൃപ്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അഹ്സിനുൽ വന്ന ബില്ലാഹ്, നീ എപ്പോഴും റബ്ബിനെ പറ്റി നല്ലതേ ചിന്തിക്കാവൂ. ആ കരുത്തന്റെ മനസ്സിനുണ്ടാകണമെങ്കിൽ, ആ തൃപ്തി നിന്റെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ അഹ്സിനുൽ വന്ന ബില്ലാഹ്, ഏത് സമയത്തും അള്ളാഹുവിനെ തൊട്ട് നല്ലത് മാത്രം ചിന്തിക്കുക. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും, ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത, ഒരിക്കലും കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഒരു മുകളിലേക്ക് നീ നോക്കരുത്. നീ ഇപ്പുള്ള സ്റ്റാൻഡിൽ നിന്ന് ഒരിഞ്ച് മുകളിലേക്ക് പൊന്തിയിലാന്ന് വരും. എന്നാൽ ഇനി റബ്ബിനോട് പറയണം, ഒരിഞ്ചിഞ്ഞ പൊന്തിച്ചിട്ടില്ലെങ്കിലും കുഴിയിലേക്ക് കൊണ്ടുപോയി ഇടരുത് പടച്ചോനെ. ആ മനസ്സനക്ക് വേണ്ട, അല്ലാതെ അക്കരപ്പച്ച കണ്ട് ആർത്തി പിടിച്ച് മുകളിലേക്ക് നോക്കുമ്പോ താഴത്തൊലിച്ചു പോകുന്ന മണ്ണ് പോലും നിന്റെ ശ്രദ്ധയിൽ പെടാതായി പോകും. മൻ റളിയ ബിമാ ഖസമല്ലാഹ്, അല്ലാഹു നിനക്ക് തന്നതിൽ നീ മനസ്സുകൊണ്ട് തൃപ്തനാണെങ്കിൽ, അത് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അത് പരീക്ഷണമാവാം,
അല്ലെങ്കിൽ സാമ്പത്തികമാകാം, നിനക്കുള്ള നന്മയാവാം, അതിലൊക്കെ ഇങ്ങനെ പടച്ചോനെ തൊട്ടൊരു സമാധാനം തൃപ്തിങ്ങി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബാറക്കല്ലാഹു ഫീഹി, നിനക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും, അല്ലാഹു നിനക്കത് കൂട്ടി തന്നുകൊണ്ടേയിരിക്കും. അതാണ് റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ആ തൃപ്തിയാണ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരെങ്കിലും റബ്ബിനെ തൃപ്തിപ്പെട്ടാൽ, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടാൽ, ആരെങ്കിലും മുഹമ്മദ് നബിയെ തൃപ്തിപ്പെട്ടാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. ഒരു വാക്കും കൂടി അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, ആര് നേരം വെളുക്കുമ്പോ അനുഭവിക്കുന്ന വേദനകളൊക്കെ മറന്ന് റളിതു ബില്ലാഹി റബ്ബൻ, എനിക്കിന്റെ റബ്ബ് വിധിച്ചതേയുള്ളൂ, ഞാനതിൽ തൃപ്തനാ എന്ന് പറയുകയും വബിൽ ഇസ്ലാമി ദീനൻ, ഞാൻ ഇങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്നത് എന്റെ ഇസ്ലാമാണെന്ന് അവൻ ആശ്വസിക്കുകയും വബി മുഹമ്മദിൻ റസൂല, പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന ആത്മധൈര്യത്തോടെ അവൻ ആ പ്രാർത്ഥന എന്നും രാവിലെ ചൊല്ലുന്നുണ്ട് എങ്കിൽ നബി തങ്ങൾ പുഞ്ചിരിയോട് ഓർമ്മപ്പെടുത്തി, ഫഅഖദ ബിയദിഹി, നാളെ റബ്ബിന്റെ മഹ്ശറയിൽ അവന്റെ കൈ ഞാൻ പിടിക്കും. എന്തിനു പിടിക്കും? വഉദ്ഖിലൽ ജന്ന, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കയറ്റാൻ. അത്ര ഗൗരവത്തോടെ ലോകത്തെ പഠിപ്പിച്ച സമാധാനത്തിന്റെ വാക്കാണ് റബ്ബിൽ തൃപ്തിപ്പെടുക. റളിയല്ലാഹു അൻഹും വറളു അൻഹു, സ്വഹാബത്തിനെ പറ്റി റബ്ബ് ഓർമ്മപ്പെടുത്തിയല്ലോ. അവർക്ക് അള്ളാഹനെ ഇഷ്ടായിരുന്നു, അള്ളാഹുവിന് അവരെയും ഇഷ്ടായിരുന്നു. അള്ളാഹുവിന് അവരെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാ? പടച്ചോനെ എന്നോട് എനിക്ക് ഭയങ്കര മുഹബ്ബത്തുണ്ട് എന്ന് സ്വന്തം പറഞ്ഞോണ്ടല്ല, വിട്ടുകിട്ടിയപ്പോ അവർ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു. പട്ടിണി കിട്ടപ്പോ അവർ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചു. സാമ്പത്തിക ലാഭം കൂടിയപ്പോ അവർ ഭയം കൊണ്ട് കരഞ്ഞു. ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ വീണപ്പോ അവർ റബ്ബിനെ കുറ്റം പറയാതിരുന്നു. അള്ളാഹു പറഞ്ഞു, വറളു അൻഹു, നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഇങ്ങളെയും തൃപ്തിയായിട്ടുണ്ട്, അള്ളാന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന റബ്ബിന്റെ കൽപ്പനയും വരും. ആ ഒരു മാനസിക തൃപ്തിയാണ് പടച്ചോൻ തന്നതിലും അള്ള തരാത്തതിലും നമ്മൾ കാണിക്കേണ്ടത്. എനിക്ക് നൽകാൻ നിശ്ചയിച്ചതൊന്നും എന്നെ വിട്ടുപോകൂല, ഒരാൾക്കും അത് തെറ്റിയെടുക്കാനും പറ്റൂല. ഒരു പക്ഷേ കുറ്റം പറയാൻ പറ്റും, കളിയാക്കാൻ പറ്റും. പടച്ചോൻ എനിക്ക് നിശ്ചയിച്ചത് എന്റെ അടുത്ത് തന്നെ വരും. അതല്ല നിശ്ചയിച്ചത് എനിക്ക് കിട്ടിയപ്പോ അതിന് കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും അവരെ അമലുകൾ കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോ, അള്ള എനിക്ക് തന്നതിന്റെ പേരിലും തരാത്തതിന്റെ പേരിലും നാട്ടുകാരെന്നെ കുറെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും കുടുംബക്കാരൻ ഞാൻ വലിയ തോൽവിയാന്ന് പറഞ്ഞാലും എനിക്ക് സങ്കടം ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞോണ്ടതും കൂടി എനിക്ക് കിട്ടി എന്നല്ലാതെ ആഖിറത്തിലേക്ക് ഞാനാ ധനികൻ എന്ന് ചിന്തിക്കുന്ന ഒരു തൃപ്തിയാണ് ഒരു വിശ്വാസിയുടെ ആയുധം, അവന്റെ സമാധാനം. ആ സമാധാനം നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നൽകുന്നതിലും നൽകാത്തതിലും മനസ്സുകൊണ്ടൊരു തൃപ്തി കാണിക്കുന്ന സമയത്ത് മാത്രമാണ് മനുഷ്യൻ ഏറ്റവും വലിയ സമാധാനത്തിൽ എത്തിപ്പെടാൻ സാധിക്കുക. മറ്റു പലർക്കും അള്ളാഹു കൊടുക്കാത്തതാണ് റബ്ബ് എനിക്ക് തന്നത് എന്നും ആ നൽകപ്പെട്ടത് അള്ളാഹു ഏത് നിമിഷവും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണെന്നും അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടുതൽ സ്വപ്നം കണ്ട് നഷ്ടപ്പെടുമെന്ന ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടവനല്ല എന്നും സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് അള്ളാഹുവിന്റെ മുൻപിൽ നമ്മളൊരു നല്ല അടിമയാകുന്നതും ആ റബ്ബ് തന്നതിന് ശുക്ർ ചെയ്യുന്ന നല്ലൊരു വിശ്വാസിയായി മാറുന്നതും. അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി ഒരു വലിയ പ്രാർത്ഥനയുടെ അല്പഭാഗത്തിൽ ഈ വിഷയ സംബന്ധമായി തിരുദൂതൻ സൂചിപ്പിച്ചു, നിരന്തരം നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ റബ്ബേ അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അർളിള, തൃപ്തി. പടച്ചോനെ നീ എനിക്ക് തരുന്നതിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവണം, തികഞ്ഞില്ലാന്ന് തോന്നരുത്.
അവന് കൊടുത്തത്ര എനിക്ക് കിട്ടിയില്ല എന്ന് തോന്നരുത്. അതിന്റെ പേരിൽ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള അഹങ്കാരവും തോന്നരുത്. അതുകൊണ്ട് തന്നെ അസ്അലുക റിള, നീ എനിക്ക് തന്നതിൽ എനിക്കും തൃപ്തി ഉണ്ടാവണം, നിനക്കും തൃപ്തി ഉണ്ടാവണം. എനിക്ക് തന്നതിന്റെ പേരിൽ തൃപ്തിയില്ലാത്തൊരവസരത്തിൽ അള്ളാന്റെ കോടതിയിൽ റബ്ബേ എന്നെ പരിഹസിക്കരുത്. കാരണം പടച്ചോൻ ചിലപ്പോ കോടികൾ കൊണ്ട് തന്നിട്ടുണ്ടാവും. നമ്മളെ വിചാരത്തിൽ ഞാൻ പടച്ചോൻ ഭയങ്കര തൃപ്തിപ്പെട്ടിട്ട് തന്നതാ. നാളെ അള്ളാന്റെ മുൻപിലെത്തുമ്പം പടച്ചോൻ ഒരു പക്ഷെ പരിഹസിക്കാൻ തന്നതായിരിക്കും. അതെങ്ങനെ ചെലവാക്കിയെന്നും എങ്ങനെ മുതലുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിൽ 5 പൈസക്ക് ഗതിയില്ലാത്ത മോന്റെ മുൻപിൽ അള്ളാഹു അവനെ പരിഹസിക്കും. അതുകൊണ്ട് റബ്ബെങ്ങി തന്നതിൽ അല്ലെ, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു മകന് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുമ്പോ സക്കരിയ നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫജ്അൽഹു റബ്ബി റളിയ, റബ്ബെങ്ങി മോനെ തരണം, പക്ഷേ റബ്ബെ അവൻ ഇങ്ങി തൃപ്തിപ്പെടണം, എനിക്ക് തൃപ്തി ഉണ്ടാവണം റബ്ബെ എന്റെ മോന, അല്ലാണ്ട് എനിക്ക് കുറെ മക്കളെ തന്നിട്ട് കാര്യമല്ല, എനിക്ക് തൃപ്തിയുള്ള ഒരു മോനെ തരണം, ആ മകന് നിന്നെയും തൃപ്തി ഉണ്ടാവണം. ആ തൃപ്തി രണ്ടും കൈവരിക്കുമ്പോഴാണ് റബ്ബെ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുക, ഏറ്റവും മനോഹരമായി പരലോകത്തേക്ക് അത് കൊണ്ടുപോകാനും പറ്റുക. ഒരാൾക്ക് സാമ്പത്തികമായി പടച്ചോൻ വലിയ അഭിവൃദ്ധി തന്നു, ആ റബ്ബിനും തൃപ്തിയുണ്ട്, ഞാനത് സമ്പാദിച്ചതിലും റബ്ബിന് തൃപ്തിയുണ്ട്, ഞാനത് ചെലവാക്കിയതിലും റബ്ബിന് തൃപ്തിയുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് വലിയൊരു തൃപ്തിയായി സമാധാനമായിട്ട് പരലോകത്തുണ്ടാവും. അതിനു പകരം നമ്മളെ തൃപ്തിയെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് മുതലുണ്ടാക്കണം, അതുകൊണ്ട് ഏതൊരു കോലത്തിലൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും അവനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ തൃപ്തിയാണത്, അള്ളാഹ്ക്ക് തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ അസ്അലുക റിള, എനിക്ക് തൃപ്തി തരണം പടച്ചോനെ. എന്തിന്റെ മുൻപ്? ബഅദൽ ഖളാഇ, എല്ലാം കൂടി ഇങ്ങി കൊണ്ടുവന്നതിന്റെ മുൻപ്. ബഅദൽ ഖളാഇ, നീ വിധിക്കുന്നതിന്റെ മുൻപ് എനിക്കത് തരാൻ നീ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഹൈർ ഉണ്ടാവണം, അല്ലാണ്ട് എനിക്ക് തരണ്ട റബ്ബേ. ഈ കച്ചവടത്തിന്റെ ലാഭം കൊണ്ട് എനിക്ക് വലിയ ഹൈർ ഇങ്ങി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാഭം തന്നാ മതി. അതല്ല എന്റെ മനസ്സ് തെറ്റിപ്പോവാനാണെങ്കിൽ, ഞാൻ വലിയ കിബ്രാനാവനാണെങ്കിൽ, അള്ളാനെ മറന്നോടാനാണെങ്കിൽ എനിക്കത് വേണ്ട പടച്ചോനെ. ഇതെല്ലാ രംഗത്തും പ്രാർത്ഥിക്കേണ്ടതാ. പടച്ചോനെ ഒരു കുടുംബ ജീവിതം എനിക്ക് തരുന്നുണ്ടെങ്കിൽ അത് എന്റെ തൃപ്തി ഉണ്ടാവണം, എനിക്കും സമാധാനം ഉണ്ടാവണം. എന്റെ തൃപ്തിയില്ല, എനിക്ക് ആ കുടുംബം നരകത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് വേണ്ട റബ്ബേ. അത് തരുന്നതിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാക്കിയിട്ട് തരണം. ആ തൃപ്തിയുള്ളതിനെ തന്നാ മതി, തൃപ്തിയുള്ളത്ര തന്നാ മതി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിള ബഅദൽ ഖളാ, നീ വിധിക്കുന്നതിന്റെ മുൻപ് അതിന്റെ തൃപ്തിയും എനിക്ക് തരണം പടച്ചോനെ. ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം, ഏത് മുതലിലും. ചിലർക്ക് മുതലേണ്ടു, അതിൽ ബർക്കത്തുണ്ടാവൂല. ചിലർക്ക് വലിയ ജോലി ഉണ്ടാവും, ബർക്കത്തുണ്ടാവൂല. വലിയ കാണാൻ മാത്രമുള്ള കൊട്ടാരുണ്ടാവും, ബർക്കത്തുണ്ടാവൂല. നല്ല സൗന്ദര്യം ഉണ്ടാവും, ബർക്കത്തുണ്ടാവൂല. നല്ല കഴിവുണ്ടാകും, ബർക്കത്തുണ്ടാവൂല. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ അള്ളാഹ്ക്കും തൃപ്തിയാവും, നമുക്കും സമാധാനം കിട്ടും. അതിന് റബ്ബിന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, പടച്ചോൻ എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതിൽ എന്റെ തൃപ്തിയോടെ എനിക്ക് കിട്ടണം. എന്നെ വെറുത്തിട്ടും നിന്നെ അതല്ലെങ്കിൽ പടച്ചോനെ തള്ളിക്കളഞ്ഞിട്ടും എനിക്കത് കിട്ടണ്ട. ഇനി തരുന്നത് കൊണ്ട് ഇങ്ങിന്റെ നാശ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ തൊട്ട് ഇങ്ങനെ തടയണം പടച്ചോനെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാഥ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. പല അസുഖങ്ങളെ കൊണ്ടും ചികിത്സ നടത്തുന്നവരുണ്ട് റബ്ബേ. ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് സമാധാനത്തോടെ ക്ഷമയോടെ നേരിട്ട് ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് നൽകിയവരുണ്ട്. രോഗം കാരണം അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന മക്കള്, കുട്ടികള്, രക്ഷിതാക്കള്, എന്താണോ റബ്ബെ ഹൈറായത് ആ ഹൈറിലേക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ.
നാദാ കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ലോണ് പോലെയുള്ള ഹറാമായ സാമ്പത്തിക ഇടപാടിൽ പെട്ടുപോയവരുണ്ട്. ഹലാലായ നിലക്ക് കടബാധ്യതകൾ തീർക്കാനും ഹറാമായ സമ്പാദ്യമില്ലാതെ മരിച്ചു പോകാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന ഞങ്ങളെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോ നാടിനോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.